ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരാളാണ് ഇളയരാജ. ഇളയരാജയ്ക്ക് ഇളയരാജയുടേതായ തന്നെ ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സംഗീത ശൈലിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇളയരാജ ഒരു മികച്ച സംഗീത സംവിധായകൻ എന്ന് ഖ്യാതി നേടിയ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ കാലാകാലങ്ങളിൽ ഇളയരാജ പല പരാമർശങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ഇളയരാജ എന്ന സംഗീത സംവിധായകൻ ആദ്യം മുതൽ ചെയ്തു വന്ന പാട്ടുകൾ നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഈ സിനിമകൾ ചിലപ്പോൾ ഒരുപക്ഷെ കഥ നല്ല കഥയായി കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ സിനിമ എടുത്തിരിക്കുന്ന രീതി ശരിയാവണമെന്നില്ല. പക്ഷേ ഇളയരാജയുടെ സംഗീതം കൊണ്ട് മാത്രം, ഇളയരാജയുടെ പാട്ടുകൾ കൊണ്ട് മാത്രം ഹിറ്റായ സിനിമകൾ നിരവധിയാണ്. അതുപോലെ ഇളയരാജയുടെ പശ്ചാത്തല സംഗീതം സിനിമ കണ്ടിറങ്ങിയിട്ട് പോലും നമ്മുടെ കാതുകളിൽ അലയടിക്കുന്ന പശ്ചാത്തല സംഗീതമാണ് ഇളയരാജ ചലച്ചിത്രങ്ങൾക്കായി ഒരുക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വ്യത്യസ്തനായ ഒരു കഴിവുള്ള ഒരു സംഗീതത്തിന് ഉടമയായ സംഗീതജ്ഞാനി എന്ന് വെറുതെ അല്ലല്ലോ അദ്ദേഹത്തിന് ഇസൈജ്ഞാനി എന്ന് പേരിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസൈജ്ഞാനി എന്ന് പറയുമ്പോൾ സംഗീതത്തിൽ അവഗാഹമുള്ള, ആ സംഗീതത്തിൽ അത്രത്തോളം അറിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇസൈജ്ഞാനി ഇളയരാജയായത്. പക്ഷേ ഇദ്ദേഹം കുറച്ച് ചെയ്ത പാട്ടുകൾ അദ്ദേഹത്തിന് മാത്രമേ ഈ പാട്ടുകളിൽ അവകാശമുള്ളൂ എന്നുള്ള വാദങ്ങൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്. ഇപ്പോൾ ഗായകർക്കും സംഗീത സംവിധായകർക്കും ഗാനരചയിതാക്കൾക്കുമൊക്കെ പ്രത്യേകം അവർക്ക് പരിഗണനകളും അവർക്ക് അവകാശങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ ഇദ്ദേഹത്തിന് മാത്രമേ അതിന്മേൽ അവകാശമുള്ളൂ എന്നാണ്. അല്ല, അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഒരു പ്രൊഡ്യൂസർ ഒരു ചിത്രം നിർമ്മിക്കുമ്പോഴാണല്ലോ അതിൽ സംഗീത സംവിധായകനായി ഇദ്ദേഹം വരുന്നതും മറ്റൊരു ഗാനരചയിതാവ് വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ട്യൂണിനനുസരിച്ച് ഇദ്ദേഹത്തിന് കൂടുതലും ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുന്നതിലാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ലിറിസിസ്റ്റ് വന്ന് അതിനെ ഒത്ത വരികളും എഴുതുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലിറിസിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഗാനം സംഗീതം ഏത് തരത്തിലുള്ളതും ആയിക്കോട്ടെ, ലിറിസിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ഗാനരചയിതാവ് എന്ന് പറയുന്ന വ്യക്തി ഈ ഈണത്തിനനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഗാനങ്ങൾ എഴുതുമ്പോഴല്ലേ ഈ സംഗീതത്തിന് അതിനനുസരിച്ചൊരു വിലയും നിലയും ഉണ്ടാകുന്നത്. പക്ഷേ ഇളയരാജയ്ക്ക് അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം സംഗീതം ഈ ഇളയരാജയാണ് താനാണ് ചെയ്തതെങ്കിൽ പാട്ടിൻ്റെ അവകാശം എനിക്ക് മാത്രം എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ ഗാനങ്ങൾ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റേതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, ഈ ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിനൊപ്പം ഈ വരികളും കൂടെ തിളങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വയലാറിൻ്റെ വരികളും കൂടി ആകുമ്പോൾ നമ്മൾക്കൊരു കർണത്തിനൊരു അമൃതമാണ്, ഒരു അമൃത മഴയാണ് അല്ലേ. അപ്പോൾ ഈ ഗാനരചയിതാവ് എന്ന് പറയുന്ന വ്യക്തി നല്ല വരികൾ എഴുതിയില്ലെങ്കിൽ നല്ല സംഗീതത്തിന് നിലനിൽപ്പുണ്ടോ? അതുപോലെ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ ഗാനരചയിതാവ്, അദ്ദേഹം അർജുനൻ മാഷിന് വേണ്ടി എഴുതിയ പാട്ടുകൾ ചിലതൊക്കെ നമ്മൾ ഇന്നും കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കേട്ട് ആനന്ദിക്കും. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതിയും അർജുനൻ മാസ്റ്ററിൻ്റെ സംഗീതവും കൂടി ആകുമ്പോൾ നമ്മളെ അതൊരു വല്ലാത്ത ലോകത്തിലെത്തിക്കുന്ന ഒരു പ്രതീതി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇളയരാജ ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് നാളിന് മുമ്പ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് അവകാശം, പാട്ടിൽ അദ്ദേഹത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന്. അപ്പം ഗാനരചയിതാവിന് അവകാശമില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ ഇസൈ അറിയുന്നവൻ, സംഗീതത്തെ അറിയുന്ന വ്യക്തി ഇത് എല്ലാം അറിയണ്ടേ? ഈ ഇളയരാജ ഇങ്ങോട്ട് വരും തോറും അദ്ദേഹം കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച്, ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യവും ചിത്രയൊക്കെ ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയതിന് അവർക്കെതിരെ കോടതിയിൽ വഴി നോട്ടീസ് അയപ്പിക്കുകയാണ് ഇളയരാജ ചെയ്തത്. ഇതൊക്കെ ഇത് നല്ലൊരു പ്രവണതയായി എനിക്ക് തോന്നുന്നില്ല. സംഗീതം എല്ലാവരും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സംഗീതജ്ഞൻ അല്ലെങ്കിൽ പാടുന്ന വ്യക്തി അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന വ്യക്തി, ഇവരെല്ലാവരും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ അവരുടെ കഴിവ് തെളിയിക്കേണ്ടവരാണ്. കഴിവ് തെളിയിച്ചവരെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവർ അല്ലെങ്കിൽ ഈ കലാകാരായിട്ടുള്ളവരെ നമ്മൾ അംഗീകരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇസൈജ്ഞാനിയായിട്ടുള്ള ഇളയരാജയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ
അത് ഇപ്പോൾ സലിൽ ചൗധരി നമ്മളെ മലയാളത്തിൽ വന്ന് ഒരുപാട് പാട്ടുകൾ ചെയ്തു. അദ്ദേഹം പറയണം ഈ ട്യൂണുകൾ ഞാൻ ചെയ്ത എല്ലാ പാട്ടും എൻ്റെ സ്വന്തം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം അത്രയും ഒരു ചെറിയ ഒരു ചിന്താഗതിക്ക് ഉടമയാണെന്ന് നമ്മൾ വിചാരിക്കും. അതുപോലെ സലിൽ ചൗധരി ചെയ്ത പാട്ടുകളുടെ ഒരു അതിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത് ONV എന്ന് പറയുന്ന മഹാനായ ഒരു ഗാനരചയിതാവിൻ്റെ വരികളുടെ കൂടി ഒരു ഗാംഭീര്യമാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇളയരാജ ചെയ്യുന്ന ഇത്തരം ഒരു നീതിക്ക് നിരക്കാത്ത എന്ന് തന്നെ പറയണം, നീതിക്ക് നിരക്കാത്ത ഇത്തരം പ്രവൃത്തികൾ നിന്നും ഇളയരാജ പിന്മാറുകയും ഇളയരാജയുടെ ഗാനങ്ങൾ എല്ലാവരും കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്. ഇളയരാജ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ, ഇപ്പോൾ ഈ ഇടയ്ക്ക് രജനീകാന്തിൻ്റെ അടുത്ത സിനിമയായ കൂലി എന്ന ചിത്രത്തിൽ ഗാനത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ സൺ TVക്കെതിരെ, സൺ പിക്ചേഴ്സിനെതിരെ അദ്ദേഹം കോപ്പിറൈറ്റ് ലംഘനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഒന്നീ അത് നീക്കണം, ആ ഭാഗം നീക്കണം, ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങണം. അപ്പോൾ എന്തായാലും ഇളയരാജ എന്ന സംഗീത സംവിധായകനിൽ നമ്മൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രയും തന്നെ അകലത്തിലേക്ക് പോകാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.